പ്രിസ്മയ്ക്ക് ശേഷം ഫേസ് ആപ്പിന് ശേഷം ദേ ഒരു പുതിയ ട്രെൻഡ് ഗിബ്ലി. അതും പുതിയ രീതിയിലുള്ള AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമേജ്. അതായത് നമ്മുടെ ഇമേജ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഗിബ്ലി സ്റ്റൈൽ. ഗിബ്ലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാപ്പനീസ് ആനിമേഴ്സ് ഒക്കെ ഇല്ലേ, ആ ആനിമേഴ്സ് ഒക്കെ ഒരു ഡ്രീമി എഫക്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനൊക്കെയാണ് കാണിക്കുക, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് വ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ആനിമേസിൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ഇമേജ് ആക്കിയിട്ട് നമ്മുടെ ഇമേജിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവം, അതായത് ആ ഒരു ടൈപ്പ് ഓഫ് ഇമേജിന് പറയുന്ന പേരാണ് ഗിബ്ലി. അപ്പൊ എല്ലാവരും ഇപ്പൊ ആ ഒരു ട്രെൻഡിനൊപ്പമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഗിബ്ലി. അപ്പൊ ഞാനത് രണ്ട് എഐക്ക് കൊടുത്തു നോക്കി. അതായത് ഇപ്പൊ ഈ അടുത്ത എലോൺ മസ്കിന്റെ ഇതിൽ വന്നിട്ടുണ്ടായ ഗ്രോക്കിനും കൊടുത്തു നോക്കി, അതേപോലെ തന്നെ ChatGPTക്കും കൊടുത്തു നോക്കി. അപ്പൊ രണ്ടാളും എങ്ങനെയാണത് പ്രോംപ്റ്റ് ചെയ്തെടുത്തത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഞാനിത് മൊബൈൽ ആപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്തതാണ്. ഇൻ കേസ് ബ്രൗസറിൽ കിട്ടാഞ്ഞിട്ടാണോ ഇനി അതുകൊണ്ടാണെന്ന് വെച്ചിട്ട് ഞാൻ മൊബൈലിൽ ട്രൈ ചെയ്തതാണ്. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരുപാട് സമയമെടുത്തു. സ്റ്റിൽ ലോഡിംഗ് എന്നാണ് കാണിക്കുന്നത്. ഐ മീൻ അവര് അത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ള രീതിയിലൊരു റിസൾട്ട് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ക്രിയേറ്റിംഗ് ഇമേജ് കാണിച്ച് അതും ഒരുപാട് സമയം എടുത്തു. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. One eternity later. അങ്ങനെ അവസാനം GPT-ക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുതല. അപ്പൊ അവിടെ ആവാത്ത കണ്ടപ്പം പിന്നെ ഗ്രോക്ക് വെച്ച് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ എലോൺ മസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗ്രോക്ക് ഉണ്ടല്ലോ, അതിനെ വെച്ച് ട്രൈ ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് തന്നെ അത് നമ്മളെ കൺവിൻസ് ചെയ്തു. എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല, ഞാൻ വേണമെങ്കിൽ കുറച്ച് സൈറ്റുകൾ കാണിച്ചു തരാം, അവിടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് വെച്ചിട്ട്. പിന്നെ എന്നാലും ഞാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പ്രോംപ്റ്റ് കൊടുത്തതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഫസ്റ്റ് കൊടുത്തപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു സാധനം കിട്ടി. പിന്നെ ഒന്നുകൂടെ പ്രിസൈസ് ആക്കാൻ പറഞ്ഞപ്പോൾ വേറെ രീതിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെയും നടപടി ആവൂല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് വെച്ചാല്. ChatGPT ഓൾറെഡി നമ്മള് ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ സാം ആൽസ്മാൻ ഒരു ട്വീറ്റ് ഇട്ടു. അതായത് ഈ അടുത്ത് മീൻസ് ഇന്നലെ രാത്രി മറ്റൊരു ട്വീറ്റ് ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. ട്വീറ്റ് മീൻസ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. പണ്ടായതായി ട്വീറ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ എക്സ് ആയതുകൊണ്ട് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടു. ലൈക്ക് അവരുടെ ഡെവലപ്പിംഗ് ടീം ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ്, അതായത് അവരുടെ ടീം ഇത്രയും ഓവർനൈറ്റ് ഹെക്ടിക് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതായത് നമ്മളിങ്ങനെ പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സെർവറിന്റെ സൈഡായാലും യൂസേഴ്സ് കൂടുന്നതനുസരിച്ച് സ്റ്റേബിൾ ആക്കേണ്ടതുള്ളൂ. അപ്പൊ അവരുടെ ടീം ഇതിനനുസരിച്ച് ഭയങ്കര ഹെക്ടിക് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ എല്ലായിടത്തും ചില്ല് ചെയ്യുക, ഇങ്ങനെ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഒരു തമാശക്ക് പറഞ്ഞായിരിക്കും. അവർക്ക് നല്ല കാര്യമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ യൂസേജ് കൂട്ടിയിട്ടുണ്ടാവും ഈ ഒരു ട്രെൻഡ് വന്നതിന് ശേഷം. സോ ഓപ്പൺ ഐന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് സാം ആൽസ്മാൻ ഇട്ടത് ഞാൻ കണ്ടു. ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടാണ്. പിന്നെ ഗ്രോക്കില് ഞാൻ കാണിച്ചല്ലോ, ഗ്രോപ്പ് തുടക്കത്തിൽ തന്നെ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല ഉള്ള രീതിയിൽ പറഞ്ഞു. സ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കി, ബട്ട് റിസൾട്ട് അത്രയ്ക്ക് ഓക്കെ ആയിരുന്നില്ല. അവസാനം ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. അവൻ്റെ GPT-ന്റെ പ്രീമിയം ഉണ്ടായിരുന്നു. എൻ്റെ പ്രീമിയം ഇല്ല, ഞാൻ രണ്ടും പ്രീമിയം ഇല്ലാത്ത ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രീമിയത്തിൽ കുറച്ചുകൂടെ സാധനം പെട്ടെന്ന് കിട്ടും തോന്നുന്നു. പക്ഷെ ഫസ്റ്റ് ഒക്കെ ഇട്ടേക്കുന്നത് കുറച്ചുകൂടെ ആക്യുറസി ഉള്ള ഇമേജസ് ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്ത് മേ ബി എന്തൊക്കെയോ പോളിസി വയലേഷൻസ് ഒക്കെ ഉണ്ട് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഓൺലൈൻ ന്യൂസ് ടൈംസ് ഇന്ത്യയിലോ മറ്റോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒറിജിനൽ ക്യാരക്ടേഴ്സ് ആയിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ജനറേറ്റ് അങ്ങനെ എന്തോ കോപ്പിറൈറ്റ് എന്തോ ഞാൻ വായിച്ചു. എന്താന്നുള്ളത് അറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം പിന്നീട് വന്നത് അത്ര ആക്യുറേറ്റ് സാധനങ്ങളൊന്നുമല്ല. പിന്നെ പ്രോംപ്റ്റിൽ പിന്നെ നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്ന അതിനനുസരിച്ച് മേ ബി കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തുന്നുണ്ടാവും. ബട്ട് എനിക്ക് കിട്ടിയ ഇമേജ് ഇതാ ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ആണ്. ഞാൻ എവിടെയും കാണിക്കാം. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഞാനത് പ്രീമിയം യൂസറുള്ള പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരുത്തനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പം താങ്ക്സ് ടു ഹിം.